കുടലിയുടെ പാഠം വേണമെന്ന് പലരും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. ഒരു ലെറ്ററാണ്. ആ ലെറ്ററിൽ നിന്ന് വേറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. അതായത് പെൺകുട്ടികൾ ഒരു വീട്ടിൽ അനുഭവിക്കുന്ന തരംതിരിവാണ് ഇവിടെ കാണിക്കുന്നത്. പെൺകുട്ടികൾ ഒരു വീട്ടിൽ അനുഭവിക്കുന്ന തരംതിരിവ് ഈ ഗുഡലിയെ പല കാര്യത്തിലും പെൺകുട്ടി എന്ന നിലയിൽ മാറ്റി നിർത്തുന്നു. അപ്പൊ കൂട്ടുകാർക്ക് ഒരു കത്തെഴുതുകയാണ്. പ്രിയ അനുഷ, തും കൈസി ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? ആശാ ഹേ ആപ് സകുശൽ ഹേ, നീ സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മേരി ബുവ ഹമേശ മുझे ഉപദേശ് ദേത്തി ഹെ, എന്റെ ബുവ ഹമേശ എപ്പോഴും മുझे ഉപദേശ് ദേത്തി ഹെ, എന്നെ ഉപദേശിക്കുന്നു. എന്താണ്? ഉസ്കെ റായ്മേൻ, റായ് അഭിപ്രായം, ഉസ്കെ റായ്മേൻ അവരുടെ അഭിപ്രായത്തിൽ, മേ പരായി ഘർ കി സമ്പത്തി ഹോ, അന്യ വീട്ടിലെ മുതലാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലെ മുതലാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോകണം. ഈ വീട്ടിൽ നിനക്ക് അധികാരമൊന്നും ഇല്ല. വഹ് കഹത്തെ ഹേ, അവർ പറയുന്നു, ബാക്കി ലഡ്കിയോം കി തരഹ്, മറ്റുള്ള ലഡ്കികളെ പോലെ, മറ്റുള്ള കുട്ടികളെ പോലെ, മേം ഭി ഞാനും, കിസി ഓർ കി അമാനത്ത് ഹേ, മറ്റുള്ളവരുടെ സമ്പത്താണ്. പെൺകുട്ടികൾ സ്വന്തം വീട്ടിലെ സമ്പത്തല്ല, അവരെ വിവാഹം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് അയക്കാനുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ സമ്പത്താണ്. ഇവിടെ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഇല്ല. കുട്ടിക്കാലത്ത് കുറച്ച് അധികാരങ്ങൾ തന്നെങ്കിലും അത് ഏത് നിമിഷവും ഇല്ലാതാവാം. ആ അധികാരങ്ങൾ വിവാഹശേഷം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഇല്ല. നിനക്ക് മാത്രമല്ല, ഇവിടുത്തെ പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് അധികാരങ്ങളോ അവകാശങ്ങളൊന്നും ഇവിടെ ഇല്ല. സസുരാൽ ഹി മേരാ അസലി ഘർ ഹോഗ, എന്റെ ഭർത്താവിന്റെ വീടാണ് അത്രേ എന്റെ യഥാർത്ഥ വീട്. അസലി ഘർ, യഥാർത്ഥ വീട്. ക്യാ മേരെ ഘർ മേ മേരാ കൊയ് അധികാർ നഹി. അപ്പൊ ഗുഡലിക്ക് സംശയം എന്താണ്? ക്യാ മേരെ ഘർ മേ മേരാ കൊയ് അധികാർ നഹി, എന്റെ വീട്ടിൽ എനിക്ക് കൊയ് അധികാർ, ഒരു അധികാരവും ഇല്ലേ? മേം യഹ് മാൻ നഹി, ഞാനിത് സമ്മതിച്ചു തരില്ല. മാൻ നഹി ശക്തി, എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ല. മേ ഇസ്സേ റൂട്ട് കൈ, ഞാൻ ഇതിനെതിരെ വഴക്കുണ്ടാക്കി. അപ്പൊ അമ്മായി പറഞ്ഞായിരുന്നു, എന്താണ് വഴക്കുണ്ടാക്കുമ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടികൾ വഴക്കുണ്ടാക്കാൻ പാടില്ല, ഒച്ചെടുക്കാൻ പാടില്ല. അപ്പൊ ആകെ ഈ ഗുഡ്ലിക്ക് ഒരു സാന്ത്വനം എന്ന് പറയുന്നത് അമ്മ മാത്രമാണ്. അമ്മയോട് ഈ പരാതിയെല്ലാം പറയുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണും. മാംനെ സ്വാന്തനാധി, അമ്മ എന്നെ സാന്ത്വനിപ്പിച്ചു. ക്യാ ഐസ കർണ ഉചിത് ഹേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉചിതമാണോ, നല്ലതാണോ? കൽ ദീദി കി ഷാദി കാ കാർഡ് ചക്കറായ, കൽ ഇന്നലെ ദീദി കി ഷാദി കാ കാർഡ് ചക്കറായ, ദീദിയുടെ വിവാഹക്കത്ത് അച്ചടിച്ചു വന്നു. അപ്പൊ എന്താണ് കുഴപ്പം? ഉസ്മേൻ, അതിൽ മേരാ നാം ചോട് ദിയാ ഹേ, എന്റെ പേര് വിട്ടു കളഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ ഒക്കെ പേരുണ്ട്, ചെറിയ കുട്ടികളുടെ പേരുണ്ട്, പക്ഷെ പെൺകുട്ടിയായ എന്റെ പേര് മാത്രം ഇല്ല. ദാദാജി കഹത്തെ ഹേ കി, ദാദാജി പറയുകയാണ്, ചോരിയോം കാ നാം കാർഡ് മേം ചപ്വാലെ നഹി ഹേ, പെൺകുട്ടികളുടെ പേര് കാർഡിൽ, വിവാഹ ക്ഷണക്കത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല അവസരങ്ങളുള്ള സമയത്തൊന്നും പെൺകുട്ടികളുടെ പേര് അതിൽ വരാറില്ല. ഇസ് പർ തുമാരി രായ് ലിഖോ, ഇതിൽ നിന്റെ അഭിപ്രായം എന്താണ്? അത് നീ ഒന്ന് എഴുതുമോ? നിനക്കും ഇവിടെയൊക്കെ അഭിപ്രായം തന്നെയാണുള്ളത്? അതോ പെൺകുട്ടികള് വീട്ടിലെ സമ്പത്ത് തന്നെയാണ്, വിവാഹശേഷമായാലും ആ പെൺകുട്ടികൾ ജനിച്ച വീട് തങ്ങളുടെ തന്നെയാണ്, അവിടെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്, ആൺകുട്ടികളുടെ ഒപ്പം തന്നെ പെൺകുട്ടികൾക്കും എല്ലാ കാര്യത്തിലും സ്ഥാനമുണ്ട്, മാത്രമല്ല ഒരു മുൻഗണന കൂടി ഉണ്ടോ? എന്താണ് നിന്റെ അഭിപ്രായം? മാം ബാപ് കോ പ്രണാം, തുമാരി ഗുഡ്ലി. ഇതൊരു കത്താണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നടന്ന രണ്ട് സംഭവങ്ങൾ, വേറെ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ രണ്ട് സംഭവങ്ങൾ ചേർത്തോടെ എഴുതാം. ഒന്നും എഴുതാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്തെങ്കിലും എഴുതുന്നത്. അങ്ങനെ വിചാരിച്ച് തന്നുള്ളൂ. ഈ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ തരാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പൊ നന്നായിട്ട് പരീക്ഷ എഴുതുക. ആശംസകൾ.